ഹലോ ഫ്രണ്ട്, അങ്ങനെ നമ്മുടെ അച്യുതനാണെങ്കിൽ ആ കിറ്റിലെ സ്വർണ്ണം അങ്ങ് മിത്രയെ കാണിക്കുക. എന്താ മിത്രേ, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എന്താ ഇത് കണ്ടപ്പോ നീ നിന്ന് വേർക്കുന്നേ എന്നങ്ങ് ചോദിക്കുമ്പോ നമ്മുടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ അച്യുത നീ ഒന്ന് അടങ്ങ്, ബാലനൊന്ന് ഇങ്ങ് വന്നോട്ടേന്ന്. ഇത്രയും വലിയ തെളിവൊക്കെ കൈ കിട്ടിയിട്ടാണോ അമ്മ മിണ്ടാതിരിക്കുന്നേ? അങ്ങനെ മിണ്ടാതിരിക്കാനേ ഞാനല്ലാതെ ആവണം എന്നൊക്കെ ഇങ്ങ് പറയുമ്പോ നമ്മുടെ ഗോമതിയുടെ അടുത്ത് ബാലനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അച്യുതൻ ചോദിക്കും, എന്താ നിന്റെ ബാലേട്ടനെ നീ വിളിച്ചോ? ഹാനായ ബാലേട്ട ഇപ്പോഴെങ്ങാണ്ട് വരുവോ എന്നൊക്കെ ചോദിക്കുമ്പോ ഗോമതി പറയും, ബാലേട്ട ഇപ്പൊ എത്തും. അച്ചുവേട്ട എന്താ പ്രശ്നം എന്നെങ്കിലും പറ, അല്ലെങ്കിൽ എല്ലാരെയും മെനക്കെടുത്താതെ ഒന്ന് പോവാൻ വേണ്ടി നോക്കുന്നൊക്കെ പറയുമ്പോ, അങ്ങനെ പോകുന്നവനല്ല ഈ അച്യുതൻ, ബാലൻ ഇങ്ങോട്ട് വരട്ടെ, ഇത്രയും കാലം കള്ളത്തരൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നല്ലോ, അവന്റെ മുഖം മൂടി ഞാൻ ഇന്നത്തോടെ വലിച്ചു കയറും എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുവാണേ. അങ്ങനെ ഈ മുറ്റത്ത് നിന്ന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചില്ല, ചില സത്യങ്ങളൊക്കെ ഇവിടെ വെളിപ്പെടുത്താനുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ ബാലൻ വന്ന് കയറുന്നത്. ബാലൻ വന്നിട്ട് ചോദിക്കും, തനിക്ക് എന്താ ചോദിക്കാനുള്ളതെന്നെ? ചോദിക്കാടോ, മിത്രയുടെ സ്വർണം അതെവിടെ പോയി? ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചപ്പോഴൊക്കെ അത് ആര്യന്റെ ഫ്രണ്ട് അടിച്ചോണ്ട് പോയി കിട്ടുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന താൻ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞത് താൻ മറന്നു പോയടോ എന്നൊക്കെ ബാലന്റെ മുഖത്ത് നോക്കി ചോദിക്കാട്ടോ. അന്നേരം നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, എനിക്ക് ആ സ്വർണം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിയും എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സ്വർണം അങ്ങ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇവിടുത്തെ ഒരാളെ പണയം വെക്കാൻ ഞങ്ങളുടെ ഫിനാൻസിൽ തന്നെ കൊണ്ടുവന്ന് തന്നു, അത് എന്റെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടു. ഇതെങ്ങനെയാ പണയം വെക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആകാശ് പറയും, ആരാ നിങ്ങളുടെ ഫിനാൻസിൽ ഇത് കൊണ്ടുവന്ന് തന്നത്? ആര്യ, നിന്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി ഇവരുടെ ഫിനാൻസിലാണോ പണയം വെക്കാൻ കൊണ്ടുപോയതെന്ന് ആകാശ് ആര്യനോട് ചോദിക്കുമ്പോൾ അച്യുതൻ ചിരിച്ചുകൊണ്ട് പറയും, മോളെ മിത്രേ, കൃഷ്ണമംഗലം നിന്റെ വീടാണ്, പക്ഷേ ഈ വീട്ടിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി പണയം വെക്കാൻ മാത്രം കള്ളത്തരം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന്. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ബാലനാണെങ്കിൽ താൻ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോഴേക്കും അച്യുതൻ പറയും, ഓ താൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഒരു യോഗ്യതയില്ലടോ എന്ന് പറയുമ്പോൾ നമ്മുടെ മിത്രയ്ക്ക് അത് ഉള്ളിൽ കൊള്ളാണ് കേട്ടോ. നേരെ വന്നിട്ട് പറയും, ചെറിയ ചാമതി നിർത്തിക്കോ, അത് പണയം വെക്കാൻ കൊണ്ടുവന്നതൊന്നും ഇവിടെ ആരും അറിയത്തില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം, പക്ഷേ ഈ കുടുംബത്തിലുള്ള ആരെയും പറയാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അച്യുതൻ പറയും, ഞങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കുന്നത്? നിങ്ങൾക്കത് വിശ്വാസം ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു നോക്കുക എന്ന് പറയാം കേട്ടോ. അന്നേരമായിരിക്കും ബാലനും ഗോമതിയും എല്ലാവരും ഞെട്ടിപ്പോകുന്നത് കേട്ടോ, മിത്രയാണ് കള്ളി എന്നുള്ളത്. അത് കേട്ട് ആകെ തമ്പിച്ച് നിന്ന് പോവാൻ കേട്ടോ നമ്മുടെ ബാലൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.